6 മാസം കൊണ്ടാണ് ആ സിലബസ് തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് അതിന് വേണ്ട വഴികൾ ഏതൊക്കെയാണോ ആലോചിച്ച് കണ്ടുപിടിച്ച് സെറ്റാക്കി തരും. എന്ന് വെച്ച് 1 മാസം കൊണ്ട് ഈ സിലബസ് തീർക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ 6 മാസം കൊണ്ടാണ് നമുക്ക് പഠിച്ചു തീർക്കേണ്ടതെങ്കിൽ എങ്ങനെ നമ്മളിത് പ്ലാൻ ചെയ്യണം? ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഹാർഡ് ഗോൾ ആയിരിക്കണമെന്നാണ് മാർക്ക് മർഫി തന്റെ ബുക്കിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, പാർക്കിൻസൺസ് ലോ എന്നൊരു സംഗതിയുണ്ട്. അതിൽ പറയുന്നത് വർക്ക് എക്സ്പാൻഡ്സ് ടു ഫിൽ ദ ടൈം യു ഗിവ് ഇറ്റ് എന്നാണ്. ഒരു ജോലിക്ക് വേണ്ടി എത്ര സമയമാണോ നിങ്ങൾ നീക്കി വെക്കുന്നത് ആ സമയത്തിനനുസരിച്ച് ജോലിയുടെ അധ്വാനം അഡ്ജസ്റ്റഡ് ആവും. നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുന്നു, ആ എക്സാം വരുന്നത് 1 വർഷത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ 1 വർഷത്തേക്കായിരിക്കും നിങ്ങളുടെ അധ്വാനം അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അതിനനുസരിച്ച് നിങ്ങളുടെ തലച്ചോറും പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കും. അതേസമയം ഇത്രയും ദൂരെ തന്നെയാണ് എക്സാം, പക്ഷെ നിങ്ങൾ ആ സിലബസ് തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് 6 മാസം കൊണ്ടാണെന്ന് കരുതുക. 6 മാസം കൊണ്ടാണ് ആ സിലബസ് തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് അതിന് വേണ്ട വഴികൾ ഏതൊക്കെയാണോ ആലോചിച്ച് കണ്ടുപിടിച്ച് സെറ്റാക്കി തരും. എന്ന് വെച്ച് 1 മാസം കൊണ്ട് ഈ സിലബസ് തീർക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. പണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിനോ അല്ലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ തലേ ദിവസം ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ച് നമ്മൾ പാസ്സായിട്ടുണ്ടാവാം. ഇവിടെ പാസ്സാവുക എന്നല്ല നമ്മുടെ ഉദ്ദേശം, റാങ്ക് മേടിക്കുക, ജോലിയിൽ എത്തുക എന്നുള്ളതാണ്. സോ പോസിബിൾ ആയിട്ടുള്ള സിനേറിയോ വേണം നമ്മൾ ആലോചിക്കാൻ. എഡ്വിൻ ലോക്ക് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അധ്വാനം വളരെ അലസമായിരിക്കും. നമുക്കൊരു പുഷപ്പിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. എല്ലാ ദിവസവും നിങ്ങൾ 2 പുഷപ്പ് വീതം എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. 2 പുഷപ്പ് എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, ഈസിയാണ്. ആ 2 പുഷപ്പ് നിങ്ങൾ എല്ലാ ദിവസവും എടുത്താലും നിങ്ങൾക്ക് ആ 2 പുഷപ്പ് എടുത്തതിന് ശേഷം എന്തോ ചെയ്തൊരു ഫീല്, ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതേസമയം നിങ്ങൾ വിചാരിക്കുന്നു, എന്നാൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നില്ല, ഒരു ദിവസം പുഷപ്പ് ചെയ്യുമ്പോൾ 25 പുഷപ്പ് ഒരു 3 സെറ്റായിട്ട് ചെയ്യാൻ പോവുകയാണ്, അല്ലെ 50 പുഷപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ചാൽ അത് പോസിബിൾ അല്ല. അത് വലിയൊരു പണിഷ്മെന്റ് പോലെയായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു ദിവസം ഞാൻ 15 പുഷപ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ 15 പുഷപ്പിന്റെ 2 സെറ്റ് മാത്രം എടുക്കുന്നു, അങ്ങനെ എല്ലാ ദിവസവും എടുക്കുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എക്സാം ഒരു പക്ഷേ 1-2 വർഷം കഴിഞ്ഞിട്ടുള്ളതാവട്ടെ, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനും അല്ലെങ്കിൽ നിങ്ങളത് സിലബസ് പഠിച്ചു തീർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയവും അത്രയും വലുതായിരിക്കരുത്. നിങ്ങൾ അധ്വാനിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം കുറച്ചുകൂടെ ഷോർട്ടർ ആക്കാൻ ശ്രമിക്കുക, കുറച്ചുകൂടെ ചലഞ്ചിങ് ആക്കാനായി നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഹാർഡ് ഗോൾ ആയിരിക്കണമെന്നാണ് മാർക്ക് മർഫി തന്റെ ബുക്കിൽ പറയുന്നത്. മർഫിയുടെ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഹാർഡ് എന്ന് പറഞ്ഞാൽ H ഫോർ ഹേർട്ട്ഫെൽറ്റ് എന്നാണ്, A ഫോർ അനിമേറ്റഡ് എന്നാണ്, R ഫോർ റിക്വയർഡ് എന്നാണ്, D ഫോർ ഡിഫിക്കൽട്ട് എന്നാണ്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഹേർട്ട്ഫെൽറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യവുമായി നിങ്ങൾക്കൊരു ഇമോഷണൽ കണക്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ലക്ഷ്യം ജോലിയാണ്. ഈ ജോലി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിന് 3 കാരണങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി വേണ്ടത് സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓൾറെഡി വിവാഹം നടന്നവരിൽ സ്പൗസുമായിട്ടുള്ള ഡിപ്പെൻഡൻസി, ചിലപ്പോൾ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഒക്കെ ഒന്ന് കുറച്ച് ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും ആവുകയില്ല, നമുക്കൊരു വില ഉണ്ടാവാൻ വേണ്ടിയായിരിക്കാം. കൂട്ടുകാരുടെ ഇടയ്ക്ക്, നാട്ടുകാരുടെ ഇടയ്ക്ക്, ബന്ധുമിത്രാദികളുടെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടത്. എന്തായാലും റീസൺസ് വളരെ സോളിഡ് ആണോ എങ്കിൽ നിങ്ങളുടെ ലക്ഷ്യവും വളരെ വളരെ സോളിഡ് ആയിരിക്കും. അനിമേറ്റഡ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുൻപേ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം, അല്ലെങ്കിൽ സ്വപ്നം കാണണം. നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞ് ആ ID കാർഡ് വിട്ട് ബസ്സിൽ പോകുന്നത്, അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുന്നത്, അല്ലെങ്കിൽ സ്വന്തം കാറിൽ പോകുന്നത്, നിങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ കുറേ ആൾക്കാരെ കാണുന്നത്, അവരുടെ മുഖത്തൊരു ചിരി ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് സാലറി വരുന്നതായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ നിങ്ങളൊരു ടീച്ചറായിട്ടായിരിക്കാം ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ഇട്ട കുറേ കുട്ടികളുടെ മുമ്പിൽ നിന്ന് അവരെ പഠിപ്പിക്കുന്നത്, അവരെല്ലാവരും ചിലപ്പോൾ ബഹളം ഉണ്ടാക്കുന്നത്, അവരോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ് നമ്മൾ ശാസിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ അവരെ കൊണ്ട് ടൂർ കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ അവധിക്കാലത്ത് കുറച്ച് നീണ്ട അവധി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കുമോ പോവുക, അത് മുമ്പേ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഇതാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. റിക്വയർഡ്. ഇവിടെ പറയുന്നത് എന്തൊക്കെ സ്റ്റെപ്പുകളാണോ നമുക്ക് ലക്ഷ്യത്തിലെത്താനായി വേണ്ടത്.
ഈ 6 മാസം കൊണ്ടാണ് നമുക്ക് പഠിച്ചു തീർക്കേണ്ടതെങ്കിൽ എങ്ങനെ നമ്മളിത് പ്ലാൻ ചെയ്യണം? അതിൽ SCRT ഉണ്ടാവാം, NCRT ഉണ്ടാവാം, അതിൽ മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരിക്കാം. എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്, സിലബസിന്റെ ഏതൊക്കെ പോർഷൻസ് എങ്ങനെയൊക്കെയാണോ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇവിടെയാണ് നിങ്ങളുടെ പ്ലാൻ വരേണ്ടത്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളായിക്കോട്ടെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് മനസ്സിലുണ്ടായാൽ പോരാ, നിങ്ങൾ എഴുതി വെക്കണം. ഇത്ര സമയം കൊണ്ട് നമ്മൾ ഇന്നത് തീർക്കുന്നു അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് വ്യക്തമായ പ്ലാനിലൂടെ നിങ്ങൾ എഴുതി വെക്കണം. ആ പ്ലാൻ എന്ന് പറയുന്നത് SCRT തീർക്കുക, അവിടെ ഒരു ടിക്ക്, NCRT തീർക്കുക, അവിടെ ഒരു ടിക്ക്, അല്ലെങ്കിൽ മോക്ക് എക്സാം 2 ചെയ്യുക, അവിടെ ഒരു ടിക്ക്. അങ്ങനെ ആയിരിക്കുകയില്ല. സിലബസിന്റെ ഇത്ര പോർഷൻസ് ഇങ്ങനെ തീർക്കണം, SCRTയിലെ ഈ ചാപ്റ്റർ ഇങ്ങനെ തീർക്കണം, ഇത്ര ദിവസം കൊണ്ട് തീർക്കണം. അങ്ങനെ ടൈം ബൗണ്ട് ആയിട്ടുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ആണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അത് റൈറ്റ് ഡൗൺ ചെയ്ത് തന്നെ നിങ്ങൾ വെക്കണം. അല്ലാതെ മനസ്സിലുണ്ട് അത് ഞാൻ ചെയ്യും എന്നൊരു ചിന്താഗതിയോടെ പോയാൽ നടപ്പിലാവുകയില്ല. ഡിഫിക്കൽട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ ഒരു വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം 6 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ ചുരുക്കി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ചധികം സാക്രിഫൈസുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിക്കേണ്ടി വരിക എന്ന് ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ, പഠിക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന്, ചിലപ്പോൾ നമ്മൾ കുറേ വിവാഹങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നേക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട യാത്രകൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം, നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ സിനിമകൾ കാണാതിരിക്കേണ്ടി വന്നേക്കാം. ഇത് ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതും അതേസമയം പഠിക്കാൻ തുടങ്ങി അതിനുശേഷം അത് പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രശസ്ത കനേഡിയൻ സൈക്കോളജിസ്റ്റ് ജോർഡൻ പീറ്റേഴ്സൺ പറയുന്നത്, ഇഫ് യു ഡോണ്ട് ചൂസ് യുവർ സാക്രിഫൈസസ് ലൈഫ് വിൽ എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സാക്രിഫൈസുകളെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ലൈഫ് അത് തിരഞ്ഞെടുക്കും. അതിന് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ സ്മാർട്ടായി ഹാർഡ് ഗോൾ സെറ്റ് ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ പഠിക്കൂ. നിങ്ങളുടെ ജോലി എത്രയും വേഗം നിങ്ങളെ തേടിയെത്തും. എല്ലാവിധ ആശംസകളും.